നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 595th day. Today 32nd sloka of Prathama Skandam, 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 595 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാം അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. അധഃപരം യദവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ട്വാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവ. അധഃപരം യദവ്യക്തം അവ്യൂഢം ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവ. ഓം തത്സത്. അധഃ ഇതിൽ നിന്ന്, അതായത് സ്ഥൂലദേഹത്തിൽ മേൽ ആദ്യത്തെ ശ്ലോകത്തിൽ 31ാം ശ്ലോകത്തിൽ സ്ഥൂലദേഹം അതായത് കാണപ്പെടുന്നത് ദൃഷ്ടാവല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സൂക്ഷ്മരൂപത്തെ പറയുകയാണ്. അധഃപരം ഇതിൽ നിന്ന്, പരം അന്യമായത്, അവ്യക്തം വ്യക്തമല്ലാത്തത്, അദൃഷ്ട്വാശ്രുതവസ്തുത്വാത് അദൃഷ്ട്വാസ്തുതവസ്തു കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതും ആയ വസ്തു എന്ന ഭാവം നിമിത്തം. അദൃഷ്ട എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തത്, അശ്രുത കേൾക്കപ്പെടാത്തത്, വസ്തുവായിട്ടുള്ള വസ്തു എന്ന ഭാവം നിമിത്തം അവ്യൂഢ ഗുണവ്യൂഹിതം വ്യൂഹമായിട്ട്, അതായത് കൈകാലുകൾ കരണചരണ അവയവങ്ങളായിട്ട് ഭവിക്കാത്ത ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളെയാണ് പറയുന്നത്. രൂപം സ്വരൂപവും ആരോപിക്കപ്പെട്ടതാകുന്നു. യഥവ്യക്തം എന്നാണ് പറഞ്ഞത്. അതായത് യാതൊന്നു ഹേതുവായിട്ട് പുനർഭവ വീണ്ടും രണ്ടാമത് ജന്മത്തിന് ജീവ എന്ന് പറഞ്ഞാൽ ഉപാധി സ അതാകുന്നു. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. അതായത് സ്ഥൂല ശരീരത്തെ മാത്രമല്ല സൂക്ഷ്മ ശരീരത്തെയും കരചരണാദികൾ കൈകാലുകൾ കൊണ്ടും കണ്ണുകൊണ്ടും ഒന്നും കാണാൻ കഴിയാത്ത അവയവങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തതായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെയും അറിവില്ലാത്തവർ ആ ആത്മാവിൽ ആരോപിക്കുന്നു. ആത്മാവ് ജീവനെ പോലും നിലനിർത്തുന്നതാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഭാവങ്ങൾ, കാമക്രോധ ലോഭം ഇങ്ങനെയുള്ളത് അതെല്ലാം കൈകാലുകൾ കൊണ്ട് അറിയാൻ കഴിയാത്ത, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും സ്വന്തം ശരീരത്തിൽ തന്നെയുണ്ട്. അങ്ങനെ നമുക്കറിയാൻ കഴിയാത്ത നമ്മുടെ ഭാവങ്ങളെ പോലും നമ്മൾ ആത്മാവിൽ ആരോപിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവൻ, സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ജീവൻ പോലും ആത്മാവിനാൽ ഉണ്ടായതാണ്, അല്ലാതെ ആത്മാവല്ല. ആത്മാവിനിൽ അതൊന്നും ആരോപിക്കുവാനുള്ള അർഹത നമുക്കില്ല. അതൊന്ന് ഹേതുവായിട്ടാണ്, അതായത് ആത്മാവ് ഹേതുവായിട്ടാണ് ഈ ജീവൻ പോലും രണ്ടാമതൊരു ജന്മം ഉണ്ടാക്കുന്നത്. ജീവൻ്റെ ഉപാധി പോലും ആത്മാവാകുന്നു. അതുകൊണ്ട് സ്ഥൂല ശരീരം മാത്രമല്ല സൂക്ഷ്മ ശരീരവും ആ ആത്മാവിൻ്റെ അംശമാണ്. അതിനെയും ആത്മാവിൽ ആരോപിക്കുന്നത് അന്യായമാണ്, തെറ്റാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ലിംഗദേഹം, ഈ നമ്മുടെ കാണപ്പെടുന്ന ശരീരത്തെ സൂക്ഷ്മ ശരീരമെന്നും
കാണപ്പെടാത്ത അവ്യക്തമായിട്ടുള്ള ആ ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ, ലിംഗശരീരം, വ്യക്തമല്ലാത്തതും കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായ ശരീരം ഇല്ലെന്ന് വിചാരിച്ചാൽ തന്നെ എന്താണ് ദോഷം എന്നാണ് പറയുന്നത്. ശരീരം, ഈ സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നതും പുനർജനനത്തെ അനുഭവിക്കുന്നതും ഈ ലിംഗശരീരത്തെ ആശ്രയിച്ചിട്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ ഈ ലിംഗദേഹവും ജീവോപാധിയാകുന്നു. അത് ഇല്ലാത്തതല്ല, ഉള്ളതാണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലേക്കൂടി. ശ്ലോകം മനസ്സിലാക്കാൻ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അധഃപരം യദവ്യക്തം യദ് അവ്യക്തം അവ്യൂഢം ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുത വസ്തുത്വാ സ ജീവോ യത് പുനർഭവ. ശ്ലോകം ഒരിക്കൽ കൂടി. അധഃപരം യദവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുത വസ്തുത്വാ സ ജീവോ യത് പുനർഭവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.